Flipkart ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഇയർബഡുകൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഓഫർ ഉണ്ട്. എല്ലാ ബ്രാൻഡുകളിലും ഇല്ല, അതുപോലെ തന്നെ എല്ലാ മോഡൽസിനും ഇല്ല. ചില ബ്രാൻഡുകളിൽ ചില ഇയർബഡുകൾക്ക് മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർക്കാണ് ഇത് യൂസ്ഫുൾ ആകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 600 രൂപ ബജറ്റ് ആയിട്ട് നിങ്ങളൊരു ഫ്ലിപ്കാർട്ടിൽ ഒരു സാധനം നോക്കാൻ പോവുകയാണ്. പക്ഷേ കുഴപ്പമില്ല, ഒരു 700 ആയിക്കോട്ടെ, അല്ല 800 ആയാലും വലിയ പ്രശ്നം ഇല്ലാത്ത അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അതേപോലെ തന്നെ 1000 രൂപ ബജറ്റ് വെച്ചിട്ട് ഒരു 100 രൂപ, അതായത് 1100 ആയാലും അല്ലെങ്കിൽ 1200 ആയാലും കുഴപ്പമില്ല, ആ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവും. കൂടാതെ 1500 ബജറ്റ് വെച്ചിട്ട് ഇനി ഒരു 1700 വരെ പോയാലും വലിയ പ്രശ്നമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കും ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടിലേക്ക് വരാം. Airdopes 131 അവരുടെ ആദ്യത്തെ ഒരു ഹാഫ് ഇൻ എ TWS ആണ്. നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 1399 രൂപയാണെങ്കിൽ ഇപ്പോൾ നമുക്കത് ഓഫർ റേറ്റ് ആയ 999 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഭയങ്കര വലിയ ഓഫർ ഒന്നുമല്ല, എന്നാൽ പോലും ഇത് എന്താ പറയുക, ഒരു ഓഫർ തന്നെയാണ്. കാരണം പൊതുവെ നമുക്ക് ഇത് പീക്കിൽ കണ്ടിട്ടുള്ള ഞാൻ വെച്ച് കഴിഞ്ഞാൽ 799 799 ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വലിയ ഓഫർ അല്ല. പക്ഷേ 1000 രൂപയ്ക്കുള്ളിൽ നമുക്കൊരു ഹാഫ് ഇൻ എ TWS ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം ഇപ്പോൾ Airdopes 131 എന്ന് പറയുന്നത്. കൂടാതെ Airdopes 131 Pro 1499 രൂപയുടെ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1099 രൂപയ്ക്ക് ലഭ്യമാകുന്നു. സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള ആകെ ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബസ്സിങ് സൗണ്ട് ഉണ്ട്. പക്ഷേ ഞാൻ പറയണത് ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഇത് ആ ഒരു ബസ്സിങ് സൗണ്ട് ഭയങ്കര വലിയ രീതിക്കൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ യൂസ്ഡ് ആവും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. കാരണം പല ബജറ്റ് ഇയർബഡുകൾ നോക്കിയാലും ആ ഒരു ബസ്സിങ് സൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു കാരണത്തിലാണ് ആക്ച്വലി ഇതിൻ്റെ റേറ്റിംഗ് അത്യാവശ്യം എന്താ പറയുക 3.9 വന്ന് നിൽക്കുന്നത് കേട്ടോ. എന്താ പറയുക, ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1099 രൂപയ്ക്ക്, അതായത് 1000 രൂപ ബജറ്റിനായിരുന്നു, ഒരു 100 രൂപ ഇട്ടിട്ട് 1099 രൂപയ്ക്ക് ആ ഒരു നമ്മുടെ 131 Pro വാങ്ങിക്കാം. അതർവൈസ് ബേസ് ആണെങ്കിലും അതുപോലെ തന്നെ മൈ ക്വാളിറ്റി ഒക്കെ ആവറേജ് ആണ്. മ്യൂസിക്കിനും അതുപോലെ തന്നെ ഗെയിമിങ്ങിനാണെങ്കിലും കൂടാതെ മൂവീസ് കാണാനും വീഡിയോസ് കാണുമ്പോഴത്തേക്കും അതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ ഈ ഒരു 131 Proയിൽ. കൂടാതെ Airdopes 381 പഴയ പ്രോഡക്റ്റ് ആണ്, ഓൾറെഡി നമ്മുടെ ഓഫർ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ചാനൽ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. മൈ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ് കേട്ടോ 381. കോളിംഗ് പർപ്പസ് ആണ് നിങ്ങളുടെ മെയിൻ എങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കാം. പക്ഷേ 1899 എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫർ റേറ്റ്, 1999 നോർമൽ റേറ്റ്, അത് സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം വാങ്ങിക്കുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു 1299 അല്ലെങ്കിൽ 1199 ആ ഒരു റേറ്റിലൊക്കെ വരുന്നെങ്കിൽ വാങ്ങിക്കാം. പഴയ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 1999 പ്രോഡക്റ്റ് 200 രൂപ കുറഞ്ഞിട്ടുണ്ട്, 1899 നമുക്ക് ലഭ്യമാകുന്നു. കൂടാതെ Airdopes 411 ANC ഒരു ANC പ്രോഡക്റ്റ് വേണം, ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. 2499 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1799 കിട്ടുന്നു. ഇതിലുള്ള ഒരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് വീഡിയോസ് കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചെറിയ ഡിലേകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്തൊരു ബീസ് മോഡ്, അതായത് നമ്മുടെ ആ ഒരു ലോ ലേറ്റൻസി മോഡൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡിലേ, ലിപ്സിംഗ് ഒക്കെ കറക്റ്റ് വരാൻ ചാൻസ് കുറവാണ്. എന്നാൽ മ്യൂസിക് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വെയറിംഗ് കംഫോർട്ടും ഓക്കെ ആയിരുന്നു. ചിലർ പക്ഷേ വെയറിംഗ് കംഫോർട്ടും ഡ്രോബാക്ക് ആയിട്ട് പറയുന്നുണ്ട്. ഒരു മ്യൂസിക് പർപ്പസിനാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ANC എന്താ പറയുക, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 411 ANCയിലേക്ക് പോകാം. 1799 അത്യാവശ്യം നല്ല റേറ്റും കുറവാണ് ഇപ്പോൾ. കൂടാതെ Airdopes 191G ഒരു ഗെയിമിംഗ് ഇയർബഡ് വേണം, ഗെയിമിംഗ് മോഡൽ അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യുന്ന രീതിക്കൊക്കെ ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. 1699 പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ 1499 വൈറ്റ് മാത്രമാണ് കിട്ടുന്നത്. റെഡിനൊക്കെ ഇപ്പോഴും വില 1799 രൂപ തന്നെയാണ്. സോ ആ ഒരു ഗെയിമിംഗ് ഇയർബഡ് ആണെങ്കിലും ഇതിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് എന്തായാലും ബോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വില കുറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്ന കുറച്ച് ഇയർബഡുകളെ. ഇനി മറ്റുള്ളതിലേക്ക് വരുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറയാം. ഇയർബഡുകളുടെ കേസ്, അതുപോലെ തന്നെ വാച്ച്, ഏത് സൈസ് ആയിക്കോട്ടെ അതിൻ്റെ സ്ട്രാപ്പുകൾ, പിന്നെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റുകളൊക്കെ തന്നെ ഞാൻ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് വാങ്ങിച്ചെങ്കിൽ അതിനേക്കാളും കാശ് കുറച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. കൂടാതെ മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ടാണ് ഇയർബഡുകളുടെ കേസ്, കൂടാതെ വാച്ച് സ്ട്രാപ്പുകൾ, അത് ഏതായിക്കോട്ടെ എല്ലാം തന്നെ അവിടെ കിട്ടുക. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക DeepZstore. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ബോൾട്ടിലേക്ക് വരണമെങ്കിൽ രണ്ടെണ്ണത്തിൽ മാത്രമാണ് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഓഫർ കാണാൻ പറ്റുക. ഒന്ന് മാവറിക് 1799 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ
1299 ലഭ്യമാകുന്നു. അത്യാവശ്യം നല്ല ഓഫറാണ്, റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഗെയിമിംഗ് ആ ഒരു ഇയർബഡ് വേണമെങ്കിൽ അതിലേക്ക് പോകാം. കൂടാതെ X50 1499 പ്രോഡക്റ്റ് 1099 ലഭ്യമാകുന്നു. ഞാനും ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് 1099 വാങ്ങിച്ചിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ലതാണ്, മ്യൂസിക് മോഡ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. കൂടാതെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല രസമാണ് ഈ ഒരു X50. സോ അതിലേക്കും പോകുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഞാൻ ഈ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. സോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്താൽ, അതായത് ഓരോ ഇയർബഡുകളുടെ പേര് വെച്ച് എൻ്റെ പേരും കൂടി ദീപക് ജെ ബാസി എന്നും കൂടി ചെക്ക് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇത് കാണാൻ പറ്റുന്നതാണ്. ഇനി ഓപ്പോയിലേക്ക് വരുവാണെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഒരു ഓഫർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫർ ആണെന്ന് പറയാം, എന്നാൽ അല്ലെന്നും പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻകോ ബഡ്സ് 2 ഓൾറെഡി ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞത് 1790 പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് 2190 മാറി. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ 2190 നോർമൽ റേറ്റ്, ഇപ്പോൾ പക്ഷേ ഓഫർ റേറ്റ് ആയിട്ടുള്ള 1799 കിട്ടും. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞിട്ട് നമുക്കിപ്പോൾ കിട്ടുന്നതാണ്. മൈക്ക് ക്വാളിറ്റി ചെറിയ ഒരു ആവറേജ് ആണ്, എന്നാൽ മ്യൂസിക് ക്വാളിറ്റി നല്ലതാണ്, ബിൽഡ് ക്വാളിറ്റി നല്ലതാണ് ഈ ഒരു ഓപ്പോ എൻകോ ബഡ്സ് 2 കേട്ടോ. 2000 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസിൽ ഈ ഒരു എൻകോ ബഡ്സ് 2 കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനി ഡിഫൈലേക്ക് വരുവാണെങ്കിൽ ഗ്രാവിറ്റി സി 999 നമുക്ക് ഇപ്പോൾ കിട്ടുക. അത്യാവശ്യം നല്ല ഹൈപ്പ് കിട്ടിയൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ഗ്രാവിറ്റി സി എന്ന് പറയുന്നത്. കാരണം 990 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഇറങ്ങിയിട്ട് കുറേ നാൾ ആ ഒരു പ്രോഡക്റ്റിന്റെ വില എന്ന് പറഞ്ഞാൽ 990 തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ അത് 1099, പിന്നെ 1199, പിന്നെ 1290, ഇപ്പോൾ 1399 വന്നങ്ങോട്ട് നിൽക്കുവാണ്. പല സമയത്ത് ഇത് അവൈലബിലിറ്റി കുറവായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് കേട്ടോ. എന്തായാലും 1399 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 999 കിട്ടുന്നു. കേസ് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഡീപ് സ്റ്റോറിൽ ഒന്ന് ചോദിക്കുന്നതാണ്, ഇതിൻ്റെ അവൈലബിൾ ആണോ എന്ന്. ഞാൻ എവിടെയും തപ്പിയിട്ട് കിട്ടുന്നില്ല. ഇന്ത്യയിലുള്ള പല മാർക്കറ്റുകളിൽ ഞാൻ തപ്പിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഗ്രാവിറ്റി സിയുടെ കേസ് കിട്ടിയിട്ടില്ല. എന്നാൽ പോലും ഞാൻ ഇപ്പോഴും ഗിവ് അപ്പ് ആയിട്ടില്ല, വീണ്ടും തപ്പിക്കൊണ്ട്, അതായത് സ്റ്റിൽ സെർച്ചിങ് ആണ് ഈ ഒരു ഗ്രാവിറ്റി സിയുടെ കേസിന് വേണ്ടി. ഉറപ്പായിട്ടും നിങ്ങൾ ഡീപ് സ്റ്റോർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യാം, അവൈലബിൾ ആണെന്ന് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഇനി വിങ്സിലേക്ക് വരുവാണെങ്കിൽ ഫാൻറ്റം 315 അത്യാവശ്യം നല്ല വിങ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബിൽഡ് ക്വാളിറ്റിയിലാണെങ്കിലും അതല്ല മ്യൂസിക് ക്വാളിറ്റിയിലാണെങ്കിലും ഇഷ്ടപ്പെട്ടൊരു ഇയർബഡാണ് ഫാൻറ്റം 315. 899 ഇപ്പോൾ റേറ്റ് എങ്കിൽ 1199 നോർമൽ റേറ്റ്. പക്ഷേ ആദ്യം ഇത് കുറേ നാൾ 899 വന്നത്. ഇതും ആ ഒരു ഡിമാൻഡ് വന്നപ്പോഴാണ് അതിൻ്റെ വില അങ്ങോട്ട് 1790 വന്നത്. ഇനി ട്രൂക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രൂക്കിൻ്റെ എല്ലാ ഇയർബഡുകളും ഒരു 100 രൂപ എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് പറയുന്നില്ല, മിനിമം ഒരു 200 രൂപ കുറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോണത്. BTG Beta 999 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 799 കിട്ടുന്നു. ബേസ് ബാലൻസ്ഡ് ആണ്, എന്നാൽ അത്യാവശ്യം നല്ല സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് ഇതിനകത്ത് കിട്ടുന്നത്. സോ ഒരു ട്രെബിൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതായത് ട്രെബിൾ ഔട്ട്പുട്ട് സ്റ്റീരിയോ ഔട്ട്പുട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകുന്നതിൽ വലിയ പ്രശ്നമാണ് ഞാൻ പറയത്തുള്ളൂ. കൂടാതെ BTG Alpha 1099 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 699 ലഭ്യമാകുന്നു. അത്യാവശ്യം നല്ലൊരു ഓഫറാണ്, പക്ഷേ ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ഒരു ആൽഫയിൽ കേട്ടോ. കൂടാതെ എയർബഡ്സ് ലൈറ്റ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഈ ഒരു എയർബഡ്സ് ലൈറ്റ് 999 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 799 ലഭ്യമാകുന്നു. അതുപോലെ തന്നെ A1 ഓൾറെഡി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അടുത്ത് തന്നെ എൻ്റെ അൺബോക്സിങ് നോവി ഉണ്ടാവും. 30 dB എന്താ പറയുക, നമ്മുടെ ആ ഒരു ANC ഒക്കെ വെച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് A1. 1499 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1299 രൂപയ്ക്ക് ലഭ്യമാകുന്നു. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വർത്ത് ബൈങ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് ഇയർബഡുകൾ. എത്ര നാൾ ഈ ഒരു ഓഫർ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ കഴിഞ്ഞ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും 1000 രൂപയ്ക്കുള്ളിൽ 16 ഉണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഇറക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ വില, അതായത് 16 വില അങ്ങോട്ട് കൂടി 1390. പക്ഷേ ഇപ്പോഴും ഡിഫൈ ഗ്രാവിറ്റിയുടെ വില, അതായത് ഗ്രാവിറ്റി സിയുടെ വില 990 തന്നെയാണ്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിലും എത്ര നാളിത് അല്ലെങ്കിൽ എത്ര നേരം ഉണ്ടാവും എന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വർത്ത് ബൈങ് ആയിട്ടുള്ള ഡീലുകളാണ് ഇതെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.